നമസ്കാരം. ഹമാസുമായി ഇനി യുദ്ധം വേണ്ടെന്നും നിലവിലുള്ള വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകണമെന്നും ഭൂരിപക്ഷം ഇസ്രായേലികളും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ്. ഇപ്പോൾ ഇസ്രായേലിനുള്ളിൽ തന്നെ ചേരിതിരിവുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ക്യാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റ് നടത്തിയ സർവേയിലാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കരാറുമായി മുന്നോട്ട് പോകണോ അതോ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പോകണോ എന്ന ചോദ്യമാണ് ഇസ്രായേലിലെ ജനങ്ങൾക്ക് മുന്നിൽ ഖാൻ ഉന്നയിച്ചത്. ഇതിൽ 61% പേരും യുദ്ധം വീണ്ടും തുടങ്ങുന്നതിനെ കുറിച്ച് അനുകൂലിച്ചിട്ടില്ല. ഹമാസുമായുള്ള സമാധാനകരമായിട്ടുള്ള കാര്യമാണ് മുന്നോട്ട് പോകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. 18% ആളുകൾ മാത്രമാണ് ഇസ്രായേൽ യുദ്ധത്തിലേക്ക് തിരികെ പോകണമെന്ന് ആവശ്യപ്പെട്ടത്. 21% പേർ തങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഉത്തരം പറയാനാവുന്നില്ലെന്ന് അറിയിച്ചു. ശനിയാഴ്ച മോചിപ്പിക്കുന്ന 3 ഇസ്രായേലി ബന്ദികളുടെ പേരുകൾ ഹമാസ് പുറത്തുവിട്ടിരുന്നു. ബന്ദികളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. പട്ടിക തങ്ങൾക്ക് സ്വീകാര്യമാണെന്നും പേരുകൾ പുറത്തുവിടുന്നതിന് ബന്ദികളുടെ കുടുംബം അനുമതി നൽകിയിട്ടുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. യയർ ഹോൺ, അലക്സാണ്ടർ ടാഫാനോ, സായൂഗി, ഡെഗൽ, ചെൻ എന്നിവരെയാണ് ഇന്ന് മോചിപ്പിക്കുക. 3 ബന്ദികൾക്ക് പകരമായി 369 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കും. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 36 തടവുകാരെയും ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്ത 333 ഫലസ്തീനികളുമാണ് വിട്ടയക്കുക. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷങ്ങളിലേക്കാണെന്നും ഗ്യാസയുമായി ബന്ധപ്പെട്ട ശനിയാഴ്ച കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഗാസയിൽ നിന്ന് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ ശനിയാഴ്ച വരെയാണ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അല്ലാത്തപക്ഷം വീണ്ടും ആക്രമണം തുടങ്ങുമെന്നും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ റദ്ദാക്കാൻ ആഹ്വാനം ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് ശനിയാഴ്ച കടുത്ത നിലപാടെടുക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത്. ഗാസയിൽ അമേരിക്ക നേരിട്ട് ആക്രമണം നടത്താനുള്ള സാധ്യതയും തെളിയുന്നുണ്ട്. ബന്ദിമോചനത്തിൽ ഹമാസ് എടുക്കുന്ന നിലപാട് നിർണായകമാകും. ഫലസ്തീൻകാരെ സമീപ രാഷ്ട്രങ്ങളിലേക്ക് മാറ്റി ഗാസ സ്വന്തമാക്കുമെന്ന ഭീഷണി ആവർത്തിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ട്രംപിന്റെ ശനിയാഴ്ച പ്രഖ്യാപനം നടന്നത്. ഗാസയിലെ 20 ലക്ഷത്തിലേറെ വരുന്ന ഫലസ്തീൻകാർ ഒഴിഞ്ഞു പോകണമെന്നാണ് ഇപ്പോൾ ട്രംപിന്റെ നിലപാട്. ഗാസ US ഏറ്റെടുത്ത് അവിടെ ഉല്ലാസ കേന്ദ്രം നിർമ്മിക്കുമെന്ന അധികാരം ഏറ്റതിന് പിന്നാലെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഫലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുത്തില്ലെങ്കിൽ സഹായം നിർത്തുമെന്ന് സഖ്യകക്ഷികളായ ഈജിപ്തിനും ജോർദാനും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കുറച്ച് ഫലസ്തീൻകാരെ അമേരിക്ക സ്വീകരിക്കാൻ ഒരുക്കമാണെന്നും എന്നാൽ ഓരോ അപേക്ഷയും പ്രത്യേകം പരിശോധിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാസയിൽ നിന്ന് ഫലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിനെതിരായ ജോർദാന്റെ നിലപാട് വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയിൽ ട്രംപിനെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും അബ്ദുള്ള രാജാവ് വ്യക്തമാക്കി. അറബ് രാജ്യങ്ങൾ ബദൽ മാർഗം US മുന്നിൽ അവതരിപ്പിക്കുമെന്നും സൂചനയുണ്ട്. ഗാസയുടെ ഭാവി സംബന്ധിച്ച് പദ്ധതി തയ്യാറാക്കാനായി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ നീക്കം തുടങ്ങിയെന്നാണ് സൂചന. ആശയങ്ങൾ ഈ ആഴ്ച റിയാദിൽ ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. ഈജിപ്ത്, ജോർദാൻ, UAE എന്നീ രാജ്യങ്ങളിൽ പങ്കാളികളാകും. 27 കൈറോയിൽ അറബ് ഉച്ചകോടിയിൽ അവതരിപ്പിക്കും.